നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടക്കുന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ഇക്വഡോർ ആണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 4:30 ഈ ഒരു മത്സരം നടക്കുക. അമേരിക്കയിലെ ഷിക്കാഗോയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ലയണൽ മെസ്സി ഈ മത്സരത്തിൽ കളിക്കും എന്നുള്ള കാര്യം അവരുടെ പരിശീലകനായ സ്കലോണി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ സമയം അദ്ദേഹം കളിക്കില്ല എന്നതും സ്കലോണി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ മത്സരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അർജന്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി തന്നെ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഈ മത്സരം വളരെ കടുത്ത ഒരു പരീക്ഷണമായിരിക്കുമെന്നും തങ്ങൾ എല്ലാവിധ മുൻകരുതലുകളും എടുക്കുമെന്നുമാണ് ഇപ്പോൾ സ്കലോണി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ TVC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: വ്യക്തമായ ആശയങ്ങളോട് കൂടിയാണ് ഞങ്ങൾ ഈ മത്സരത്തിന് വരുന്നത്. ഞങ്ങൾ വളരെയധികം പോസിറ്റീവാണ്. എന്തെന്നാൽ എല്ലാ മത്സരങ്ങളിലും മികച്ച രൂപത്തിൽ പോരാടുന്ന ഒരു ടീം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ എന്തിനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നത് പിന്നീട് ഫുട്ബോൾ തന്നെ പറയും. കോപ്പ അമേരിക്ക എപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. കാരണം സൗത്ത് അമേരിക്കൻ ടീമുകൾ നിങ്ങൾക്ക് ഒരിക്കലും വെറുതെ ഒന്നും തരില്ല. ഇക്വഡോർ കടുത്ത എതിരാളികളാണ്. മികച്ച കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം മികച്ച ഒരു പരീക്ഷണമായിരിക്കും. മാത്രമല്ല കൂടുതൽ താരങ്ങൾക്ക് സമയം നൽകാനുള്ള ഒരു അവസരമായിക്കൊണ്ട് ഞങ്ങൾ ഇതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. എല്ലാവിധ മുൻകരുതലുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. മികച്ച പ്രകടനം ഞങ്ങൾക്ക് പുറത്തെടുക്കേണ്ടതുണ്ട്. തീർച്ചയായും ആവശ്യത്തിനനുസരിച്ചുള്ള മികച്ച പ്രകടനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. ഇതാണ് അർജന്റീനയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇക്വഡോറിനെതിരെയുള്ള മത്സരത്തിന് ശേഷമാണ് അർജന്റീന ഗോട്ടിമാലക്കെതിരെയുള്ള ഒരു സൗഹൃദ മത്സരം കളിക്കുക. അതിനുശേഷമാണ് കോപ്പ അമേരിക്കയിൽ മെസ്സിയും സംഘവും ഇറങ്ങുക. കാനഡ, ചിലി, പെറു എന്നിവരാണ് കോപ്പ അമേരിക്ക ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജന്റീനയുടെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.